സുഗതന് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിലെ സുഗതന് അതായത് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് അത് താങ്കളുടെ അണ്ടർ സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ്, അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ട് അവരുടെ ഭാഗത്തു നിന്ന് പോയി എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. എന്താണ് ആ വിഷയത്തിൽ താങ്കളുടെ അറിവോട് കൂടിയിട്ടാണോ? അല്ല, ഞാൻ ഇന്നലെ അത് പ്രതികരിച്ചതാണ്. ആ വിഷയത്തിനകത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഒരു ആനുകൂല്യത്തിൽ അത്തരത്തിലൊരു ക്രിമിനലായ ഒരാൾക്ക് ഒരു ആനുകൂല്യം ലഭിച്ചു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. അപ്പോൾ ഞാനത് വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. തിങ്കളാഴ്ച അതിലൊരു തീരുമാനം എന്തായാലും ആ വിഷയത്തിൽ എടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ അത് താങ്കളുടെ അറിവോട് കൂടിയിട്ടല്ല എന്നുള്ളതാണോ, അല്ലെങ്കിൽ താങ്കൾ അതങ്ങനെ കൊടുക്കരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടും അത് മറികടന്നിട്ടാണോ? എൻ്റെ അറിവിൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ സെക്രട്ടറിയും അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷാനവാസ് IAS ആണ് നോക്കിയത്. അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടും അങ്ങനെയാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിൻ്റെ മുകളിൽ അൺഒഫീഷ്യലായിട്ടൊരു റിപ്പോർട്ട് അഡീഷണൽ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. ഇനി അങ്ങനെ ആഡ് ചെയ്താൽ അത് തിരിച്ച് ഞങ്ങളിലേക്ക് വരണം. ഞങ്ങൾക്ക് വരാതെ നേരെ ആഭ്യന്തര വകുപ്പിലേക്ക് അത് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പ്രൊസീജിയർ, ഒരു കീഴ്വഴക്കം ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കും, അതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഡിപ്പാർട്ട്മെൻറ്റ് അറിയാതെ, മന്ത്രി അറിയാതെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അതിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ടോ? പ്രത്യേകിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇത്തരം ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ മാത്രമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ? അല്ല, ഈ രാഷ്ട്രീയത്തിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ അതിനകത്തുള്ള നയപരമായിട്ടുള്ള പുതിയ ഗവൺമെൻറ് വരുമ്പോഴുള്ള മാറ്റങ്ങളൊക്കെ പതിയെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും അത്തരത്തിൽ വല്ല അസുഖമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടോ എന്ന് പരിശോധിക്കണം. എന്താണ് എന്നത് കൃത്യമായിട്ട് ഞങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പം പെട്ടെന്ന് ഒരു അന്വേഷണത്തിന് വെക്കുന്നൊരു കാര്യത്തിൽ ഞാൻ വകുപ്പ് മന്ത്രി തന്നെ അതിനകത്ത് നേരത്തെ പ്രൊഡ്യൂസറായിട്ട് പറയുന്നത് ശരിയല്ല. പക്ഷേ അത് വളരെ തെറ്റായ നടപടിക്രമമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നടപടിയുണ്ടാവും. ഒപ്പം തന്നെ മറ്റൊന്ന്, ഇനി ഈ വിഷയത്തിൽ മറ്റേതെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടോ? ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു സാധ്യത, അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടൊരു? അല്ല, അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അതിൽ ആ സാധ്യതയെക്കുറിച്ച് സീരിയസ് ആയിട്ട് പരിശോധിക്കണം. ഞങ്ങളത് എങ്ങനെയാണ് എന്നത് നാളെ അടിയന്തരമായിട്ട് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടലാണ് നമ്മളുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതെന്ന്, പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇനിയുള്ള സാധ്യത എന്താണ്? ഇതിപ്പോൾ സംഭവിച്ചു കഴിഞ്ഞതാണല്ലോ. അപ്പോൾ അതിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ പരിശോധിക്കണം. ഏതായാലും ഇതൊരു ചെറിയ ഇഷ്യൂ അല്ല. പ്രത്യേകിച്ച് ഞാൻ അതിൻ്റെ ഒരു വകുപ്പ് മന്ത്രി എന്നുള്ള എനിക്ക് വലിയ ലജ്ജുണ്ടായ ഒരു കാര്യമാണ്. അങ്ങനെ നമ്മളുടെ വകുപ്പിൻ്റെ ഒരു പേപ്പർ കൊണ്ട് ഒരു ക്രിമിനൽ, ഏത് പാർട്ടിക്കാരനെന്നുള്ളത് ഘടകമൊന്നുമല്ല. ലീഗാവാം, കോൺഗ്രസ് ആവാം, CPM ആവാം, BJP ആവാം, ആരും ആവാം. പക്ഷേ അങ്ങനെ ഒരു ക്രിമിനലായിട്ടുള്ള ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യം ഒരുക്കുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലെ ഒരു പേപ്പർ കൊണ്ടെന്നുള്ളത് ഒരു മന്ത്രി എന്നുള്ളതൊക്കെ എന്നെ ലജ്ജിപ്പിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കും.